അനുവും ഇന്ദ്രനും ഇത് അവരുടെ വീടായിട്ട് ഉപയോഗിക്കുന്നുമില്ല. അപ്പോ എനിക്കും ചീരുവിന്റെ മക്കൾക്കും ഇത് ഞങ്ങളുടെ വീടായിട്ട് കരുതാമല്ലോ. മറ്റെവിടെയും ഈ ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല എന്ന് മാത്രമല്ല, വിനയനും പിന്നെ അവന്റെ വീട്ടുകാർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറുകയും ചെയ്യും. ആർച്ചമോളും ഭദ്രമോളും അവരുടെയും കൂടി മക്കളല്ലേ. ആ കുട്ടികൾ അവരുടെ മുത്തച്ഛന്റെ സംരക്ഷണത്തിൽ കഴിയുന്നത് പോലെയല്ല മറ്റൊരു വീട്ടിൽ കഴിയുന്നത്. അത് ആ കുടുംബത്തിന്റെ അന്തസ്സിനെ കൂടി ബാധിക്കുന്നൊരു പ്രശ്നമായിട്ട് മാറും. അത് ശരിയല്ലേ രഘു? അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ അമ്മാവൻ പറയുന്നത് ശരിയാ. പക്ഷേ വിനയൻ അതൊക്കെ ഒരു പ്രശ്നമാണോ അമ്മാവ? അവനിപ്പോ എങ്ങനെയെങ്കിലും അവന്റെ ബാധ്യത തീർക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അത് നല്ലതല്ലേ രഘു? അവന്റെ ബാധ്യത അവൻ തന്നെ തീർക്കണം. അതിൽ നിന്നുകൂടി അവൻ ഒളിച്ചോടിയ അവന്റെ മക്കളുടെ ഭാവി എന്താവും? കടത്തിൽ മുങ്ങിപ്പോകുന്നവൻ പലപ്പോഴും കടമകളൊക്കെ മറന്നു. അത് മനഃപൂർവ്വമല്ല, അവസ്ഥ കൊണ്ടാ. രഘുവിനത് മനസ്സിലാവുന്ന എന്റെ വിശ്വാസം. അതേ മാവ. പ്രത്യേകിച്ച് ഈ പലിശക്കാരുടെ പിടിയിൽപ്പെട്ട ഭ്രാന്തായി പോവും. ഞാനത് കുറെ അനുഭവിച്ചതല്ലേ. എന്തായാലും വിനയന് ഞാൻ CCTVയുടെ കുറച്ച് വർക്കുകളൊക്കെ പിടിച്ചു കൊടുക്കും. അവനവന്റെ ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടി നമുക്ക് അതൊക്കെയല്ലേ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അത് വേണം. ചെയ്യാൻ പറ്റുന്ന സഹായം അവന് വേണ്ടി ചെയ്യണം. അതുപോലെ കുഞ്ഞുങ്ങളുമായി ഞാൻ ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിച്ചത് വിനയനെയും അവന്റെ അമ്മയെയും മാമനെയും കൂടി ഓർത്തിട്ടാ. ചീരുവിന്റെ 2 കുഞ്ഞുങ്ങളെയും സ്വീകരിക്കാൻ ഇരു കൈകളും നീട്ടി അവർ നിൽക്കുമ്പോ അവരെയും കൊണ്ട് ഞാൻ മറ്റൊരിടത്ത് പോയി നിൽക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കത് ചെയ്യാനാവില്ല. അനുചേച്ചി, ഞാനൊന്ന് കാണണമെന്ന് പറഞ്ഞത് അനുചേച്ചിക്ക് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഓരോ തിരക്ക് കാരണം വിളിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ അച്ഛന്റെ കൂടെയാ. നിനക്ക് അങ്ങോട്ട് വരായിരുന്നല്ലോ. ഞാൻ ആദ്യം ആലോചിച്ചതാ, പിന്നെ വിചാരിച്ചു ഇനി അതൊരു പ്രശ്നമാവണ്ടെന്ന്. എന്ത് പ്രശ്നമാവാൻ? അല്ല, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടുപിടിക്കാൻ കാത്തിരിക്കാമ്മ. പിന്നെ ആ പേരും പറഞ്ഞ് എന്നെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കാതെ ഇരിക്കാലോ. അവരുടെ വിളിക്ക് നീ എന്തിനാ പ്രതിഭയെ കാത്തു നിൽക്കുന്നെ? നിനക്ക് നിന്റെ ഹസ്ബൻഡ് കൂടെ ജീവിക്കണം തോന്നെങ്കിൽ നിനക്ക് അവിടേക്ക് പോയിക്കൂടെ? സത്യൻ എന്തായാലും നിന്നോട് തിരിച്ചു പോകാനൊന്നും പറയില്ലല്ലോ. അത് പറയില്ല. പക്ഷെ എന്ത് സഹിക്കാൻ തയ്യാറായിട്ട് വേണം വരേണ്ടെന്ന് സത്യേട്ട മുന്നറിയിപ്പ് തന്നു. ഇപ്പോ ചേച്ചി അവിടെ ഇല്ലല്ലോ, അതിന്റെ ടെൻഷൻ കൂടിയുണ്ട്. അത് നമ്മുടെ കൂടെ വീടാ പ്രതിഭ. നമുക്ക് പോവാൻ വേറെ ഇടവില്ലെങ്കിൽ നമ്മൾ എന്തും സഹിച്ച് നമ്മുടെ ജീവിതം ജീവിച്ചു തീർക്കണ്ടേ? ഞാനും ഇന്ദ്രേട്ടനിപ്പോ ആ വീടുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ശ്യാമും അവിടെ പിടിച്ചു നിൽക്കാൻ പഠിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നീ എവിടേക്ക് തിരിച്ചു വന്നാലേ സത്യന് നിനക്കും അവിടുത്തെ പുതിയ അന്തരീക്ഷമായി ഇഴുകിച്ചേരാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളിങ്ങനെ അകന്നു കഴിഞ്ഞാ എത്ര കാലം അത് തുടരേണ്ടി വരുന്നൊന്നും പറയാൻ പറ്റില്ല. അച്ഛൻ 2-3 തവണ അവിടെ പോയി സംസാരിച്ചു. സത്യേട്ടന്റെ അമ്മ അച്ഛനോട് പറയുന്നത് അവിടെ വന്നുകൂടിയ മനുഷ്യനെ പുറത്താക്കിയ മകളെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാന്നാ. ആ, ഒരു ദിവസം സുദിനങ്ങൾ അവിടെ വന്നപ്പോ ഞാനും ഉണ്ടായിരുന്നു. ആ വന്നു കയറിയ മനുഷ്യൻ ആരാണെന്ന് ഞാൻ അങ്കിളിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതാണല്ലോ. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കാൻ ഇനി അങ്കിള് കൂട്ടുനിന്ന. അതുകൊണ്ട് അങ്കിളിന് നഷ്ടവും നാണക്കേടും മാത്രമേ ഉണ്ടാവൂ. ഇല്ല ചേച്ചി, അത്തരം കാര്യങ്ങൾക്കൊന്നും അച്ഛനെ ഞാൻ വിടില്ല.
കല്യാണം കഴിഞ്ഞ മകള് വീട്ടിലിരുന്ന് പോകുന്ന പേടി അച്ഛന്. അതുകൊണ്ട് തന്നെ സത്യേട്ടന്റെ വീട്ടിലേക്ക് തിരിച്ചു പോയേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ഞാനും. അതിനു മുമ്പ് ചേച്ചിയുടെ ഒരു അഭിപ്രായം അറിയാനാ ഞാൻ കാണുമെന്ന് പറഞ്ഞത്. എന്റെ അഭിപ്രായം നീ അങ്ങോട്ട് തിരിച്ചു പോണെന്ന് തന്നെ. പക്ഷേ ഇത്തവണ നീ പോകുമ്പോഴേ അവിടെ ഭർത്താവിന്റെ അമ്മ മാത്രമല്ല, അച്ഛനും കൂടി ഉണ്ടെന്നുള്ളത് നീ ഒന്ന് മനസ്സിൽ വെക്കണം. പ്രതിഭേ, ഒരുപക്ഷെ സത്യനത് നിന്നോട് പറഞ്ഞെന്ന് വരില്ല. കാരണം അവരെയൊക്കെ അവരുടെ അമ്മ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നേ അവരുടെ അച്ഛൻ ഒരു രാക്ഷസനാണെന്നും മരിച്ചുപോയി കാണുമെന്നും ഒക്കെയാ. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ അച്ഛൻ എന്ന സങ്കല്പം അങ്ങനെ അല്ലല്ലോ പ്രതിഭ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരാളെയും മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ വെറുക്കാതിരിക്കുക എന്നുള്ളതാ. ഒരു വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോ നമ്മുടെ മനസ്സെന്തു പറയുന്നോ അത് ചെയ്താൽ മതി.